ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള ഉത്തരം കൂടിയാണ് ഞാൻ പറഞ്ഞത്. അത് പിന്നെ അറബിക്കടലിൽ ഇവിടുന്ന് പോയിട്ടൊന്നുമില്ല. ഈ ചില വാചകങ്ങളുടെ പ്രയോഗം വെച്ചിട്ട് ഒരു സർക്കാരിൻ്റെ ഒരു സാധനത്തെ ഞാനൊരു രാഷ്ട്രീയ പ്രസംഗത്തിന് അറബിക്കടലിൽ എറിയുന്ന പറഞ്ഞാൽ പിറ്റേന്ന് കൊണ്ടൊരു ബുക്ക് എറിഞ്ഞാൽ പോരല്ലോ. ഇതിൻ്റെ നടപടിക്രമങ്ങളില്ലേ? അപ്പോൾ ആ പ്രയോഗത്തെ എടുത്തിട്ട് ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലിടുന്ന മാതിരി നിങ്ങൾ ചോദിക്കരുത്. അതിനൊക്കെ അതൊക്കെ അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ PMCക്ക് എതിരാണെന്നാണ്. ഞങ്ങൾ പറഞ്ഞതിന് നിസ്സാരമല്ല കേട്ടോ, ഞങ്ങളതിനെതിരാണെന്ന അർത്ഥം. ആ അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വരുന്നതോടുകൂടെ ഈ പ്രശ്നങ്ങളൊക്കെ ശരിയാവുമെന്നെങ്ങനെ പറയാം? ശരിയല്ല. PMCയെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. ഞങ്ങൾ സർക്കാരിൻ്റെ ഒരു പോളിസി ആയിട്ട് തന്നെ പറഞ്ഞു, കേന്ദ്രവുമായിട്ടുള്ള ഐഡിയോളജിക്കലി ചില പ്രശ്നങ്ങളുണ്ട്, അതിൽപ്പെട്ടാണ് PMC എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ സിലബസിലേക്ക് നമ്മളെ കുട്ടികളെ ഒരു ഐഡിയോളജി കൊണ്ടുവരിക, എന്നിട്ട് ഗാന്ധിജിയെ കുറിച്ച് മറക്കുക, നിങ്ങൾ വേറെ സ്ഥലത്ത് പഠിക്കുക എന്നൊക്കെ പറയുന്നതിന് ഞങ്ങളെ വിയോജിപ്പ്. അതേസമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ സ്വീകരിക്കണില്ല നമ്മൾ. അവരുടെ ഹൈവേ അവിടെ വരുന്നില്ല, അവരുടെ പദ്ധതികൾ വരുന്നില്ല. എൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്ര സെൻട്രൽ ഫണ്ടുകൾ റൂറൽ ഡെവലപ്മെൻറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനല്ലല്ലോ നമ്മളെതിര്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എല്ലാം കേന്ദ്രത്തിനെതിരെന്നല്ല, ചില വിഷയത്തിൽ ആ വിഷയത്തിൽ ഞങ്ങൾ നിൽക്കുന്നു. പക്ഷേ ഞങ്ങളെ ഈ ഇയാൾ പറഞ്ഞിരുന്നല്ലോ, മാമുക്കോയ ഒരു സിനിമ പറഞ്ഞിട്ട് നിലത്ത് നിന്നാലേ സ്റ്റെപ്പ് എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളും നിലത്ത് നിൽക്കാൻ സമ്മതിക്കും. ഞങ്ങൾ സ്റ്റെപ്പ് എടുക്കാനുള്ള സമയം തരും നിങ്ങൾ. പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു മാത്രമല്ല, ഞങ്ങൾ ഒളിച്ചു വെച്ചു ഒപ്പുവെച്ചു എന്ന് പറഞ്ഞില്ല, ഒപ്പുവെച്ചു. അതാ പ്രശ്നം. വെച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എന്നുള്ളതല്ല വിഷയം, വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളതല്ല വിഷയം. പിണറായി വിജയൻ വെച്ച ഒപ്പൊന്നും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറിയാൽ പോവില്ല. അതൊരു സർക്കാരിൻ്റെ ഒപ്പാണ്, ഗവൺമെൻറ്റിൻ്റെ ഒപ്പാണ്. ആ ഒപ്പിനെ അതിൽ നിന്ന് എങ്ങനെ പോകണം എന്നുള്ളത് 1.5 മാസം കൊണ്ട് തീരുമാനിക്കാൻ കഴിയുന്നതല്ല. അതിൻ്റെതായ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നെ വേണമെങ്കിൽ അത്തരത്തിലൊരു ഭരണപക്ഷത്തെ ഒരു ഉത്തരവാദപ്പെട്ട ആളെന്നുള്ള നിലക്ക് ഇങ്ങനെ ചോദിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാം. പക്ഷേ അത് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. കാരണം ആളുകൾക്ക് അതിൻ്റെ ഒരു സെൻസ് ഉണ്ടാവില്ലേ. 1.5 മാസം കൊണ്ട് ഇതൊക്കെ ഒറ്റയടിക്ക് മാറ്റാൻ കഴിയുന്നൊന്നല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നിലത്ത് നിൽക്കാൻ സമ്മതിക്കും, സ്റ്റെപ്പുകൾ എടുക്കും. അല്ല, അങ്ങനെ ഞെരുക്കുക എന്ന് പറയാണ്. ഞങ്ങൾ ഫണ്ടുകളെക്കുറിച്ച് പോലും ധാരണയിലല്ല വരുന്നത്. ഞങ്ങളെ ഫണ്ടുകളുടെ പുതിയ അപേക്ഷകൾ കൊടുക്കാനിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ 29-ാം തീയതി LSGയുടെ മീറ്റിംഗ്, റൂറൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് ഉണ്ട്. ഞാനതിന് പോകുന്നു, പങ്കെടുക്കുന്നു. ആ മീറ്റിങ്ങുകളൊക്കെ കഴിയട്ടെ, ഞങ്ങൾ ആ കാര്യത്തിലുള്ള അഭിപ്രായം വീണ്ടും പറയും. ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ്, പ്രതിപക്ഷത്തിൻ്റെ ഒരു ക്ലീശ രാഷ്ട്രീയമുണ്ട്. ഞങ്ങൾ 10 കൊല്ലം സ്വീകരിച്ച അതല്ല. തെരുവിൽ ആളുകളുടെ മുമ്പിൽ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അധികാരത്തിൽ വന്ന് 2ാമത്തെ ആഴ്ച വന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ അലംഭാവാണ് പ്രീ മൺസൂൺ പ്രവൃത്തി നടക്കാത്തതെന്ന് എനിക്ക് കോളിംഗ് അറ്റൻഷൻ തന്ന മന്ത്രിയാണ്. അലംഭാവ് എടുക്കാനും സമയം വേണ്ടേ? അലംഭാവത്തിനും സമയം വേണ്ടേ? ആ സമയം പോലും കിട്ടും. അത്തരം രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ അങ്ങനെ തന്നെ കാണും. ഇനി അതേ രീതിയാണ് ഞാൻ പറയുന്നത്. ഭരണപക്ഷത്തിരുന്നിട്ടുള്ള നിഷേധാത്മക സമീപനത്തിൻ്റെ രീതിയാണ് പ്രതിപക്ഷം തുടരുന്നതെങ്കിൽ ജനങ്ങളത് മനസ്സിലാക്കും. അത്രയും ഞാൻ പറയുന്നുള്ളൂ. അല്ല, എൻ്റെ അന്ന് ശ്രദ്ധിക്കാത്ത പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കാണുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ശിവൻകുട്ടി അതൊക്കെ ഇടുന്നു എന്നുള്ളതുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എന്നെ എത്ര പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചാലും അങ്ങനെ കുറേ പ്രസംഗങ്ങളും അങ്ങനെ കുറേ അഭിപ്രായങ്ങളും മുഖ്യമന്ത്രി ഞങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സർക്കാരിൽ 102 സീറ്റ് കിട്ടി ഞങ്ങൾ അധികാരത്തിൽ വന്നത്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ളൊരു സമയം ദയവ് ചെയ്തിട്ട് നിങ്ങൾ നമുക്ക് തന്നാൽ മതി. നിങ്ങൾ നിരാശപ്പെടില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കൃത്യമായ ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ഞാൻ പറയുന്നത്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേ രീതിയല്ല. പ്രതിപക്ഷത്തിരുന്നാൽ അതിശക്തമായി വിമർശിക്കുക തന്നെ ചെയ്യേണ്ടത്, ഒരു സംശയമില്ല. ഞാൻ പ്രതിപക്ഷത്തിരുന്ന് നടത്തിയ പ്രസംഗം ഒരു മന്ത്രിയായിട്ട് എനിക്ക് ഭരണപക്ഷത്തിരുന്ന് നടത്താൻ പറ്റുമോ? സാമാന്യ യുക്തിയുടെ പ്രശ്നമല്ലേ അത്? ഞാൻ നെവർ പറയുന്ന ആളെന്നല്ല. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം മന്ത്രിയായ ഒരാളാണ്. ആ സത്യപ്രതിജ്ഞയോട് കൂറ് പുലർത്തുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പ്രതിപക്ഷത്തിരുന്നിട്ട് പറയുന്ന വാർത്താവനല്ല ഭരണപക്ഷത്തിരുന്ന് പറയാം. ഞാൻ വീണ്ടും പറയുന്നു, ഭരണപക്ഷത്തിരുന്ന് ഞാൻ ചെയ്യാനുള്ളതാണ്, പ്രതിപക്ഷത്തിരുന്നിട്ട് ഞാൻ പറയാനുള്ളതാണ്. ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് സമയം തരൂപ്പ.
നിങ്ങൾ സമയം എന്താ സ്റ്റെപ്പ് എടുക്കാൻ സമയം എന്താ അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ ഓക്കെ